സ്നേഹിതരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹൃദയ പെരുമാറ്റം ആകർഷകമാണ്. നമ്മൾ ഓരോ കഥകൾ കേൾക്കുന്ന സമയത്തും മനസ്സുകൊണ്ട് അറിയാതെ മദീനയിലേക്ക് നമ്മൾ എത്തുന്നു. എന്തൊരു നല്ല മാതൃകകളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചത്. അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു തന്റെ അനുഭവം വിവരിക്കുന്നു. കാന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്അത്തുൻ, നബിത്തങ്ങൾക്കൊരു വലിയ പാത്രമുണ്ടായിരുന്നു, ഒരു തളിക. യഹ്മിലുഹാ അർബഅതു റിജാലിൻ, 4 ആളുകൾ എടുത്താൽ മാത്രമാണ് ആ പാത്രം പൊങ്ങുക. അത്രമാത്രം വലിയൊരു പാത്രമാണത്. യുഖാലു ലഹാ അൽ ഗറാ, ആ തളികയുടെ പാത്രത്തിന്റെ പേര് അൽ ഗറാ എന്നാണ്. ആ ഭക്ഷണം വിളമ്പുന്ന ആ വലിയ പാത്രത്തിന്റെ പേര് എന്താണ്? അൽ ഗറാ. സ്വഹാബത്ത്, മദീനയിലെ മുഅ്മിനീങ്ങൾ എല്ലാവരും വീടുകളിൽ നിന്നുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ പാത്രത്തിലേക്ക് കൊണ്ടുവന്ന് നിക്ഷേപിക്കും. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കും. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പതിവ് രീതി. ഒരു ദിവസം ളുഹാ നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തളികയെ ഹാജരാക്കി. ഫലമ്മാ അൽഹൗ വസജദു അൽളുഹാ ഉതിയ ബിതിൽകൽ ഖസ്അ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ളുഹാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ പാത്രം അൽ ഗറാ എന്ന ആ വലിയ തളിക കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. അവിടെ കൊണ്ടുവന്നു. വഖദ് ഫുരിദ ഫീഹാ, അതിൽ സരീദ് എന്ന ഭക്ഷണം ധാരാളം ആളുകൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുണ്ട്. സരീദ് എന്ന് പറഞ്ഞാൽ ഇറച്ചിയും റൊട്ടിയും മിശ്രിതമായ ഭക്ഷണത്തിനാണ് സരീദ് എന്ന് പറയാം. അങ്ങനെ നബിത്തങ്ങൾ അനുചരരോട്, സ്വഹാബത്തിനോട്, എല്ലാവരോടും വന്ന് ഈ തളികയ്ക്ക് ചുറ്റും ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും വന്നിരിക്കുകയാണ്. എന്തൊരു മനോഹരമായ കാഴ്ച! ഒരു വലിയ തളിക, അതിൽ സ്വഹാബത്ത് ഭക്ഷണം കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ട്. മുത്തുനബിയും അനുചരരും ആ തളികക്ക് ചുറ്റും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ ആവുക എന്ന് പറയുന്ന മധുര മനോഹര ആവിഷ്കാരം. ആളുകൾ വർദ്ധിച്ച സമയത്ത് നേതാവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിനടുത്ത് ഇരിക്കാൻ സ്ഥലമില്ലാതെയായിപ്പോയി. നബിത്തങ്ങൾ എല്ലാവരെയും സൽക്കരിക്കുന്നു, ഓരോരുത്തരും വന്നിരിക്കുന്നു. അതിനിടയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിന് പാകത്തിലിരിക്കാൻ ഒരു സ്ഥലം അവിടെ ഇല്ല. അങ്ങനെ നബിത്തങ്ങൾ മുട്ടുകാലിൽ കുത്തി തളികയിലേക്ക് കൈയേന്തി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. ആലോചിക്കണേ, തിരുദൂതർ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരോട് കാണിക്കുന്ന ആ ഒരു സഹൃദയ പെരുമാറ്റം. എല്ലാവരെയും വിളിച്ചു കൂട്ടി തളികക്ക് ചുറ്റും ഇരുത്തി എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നബിത്തങ്ങൾ ഒരു സൽക്കാരപ്രിയനെ പോലെ, ആതിഥേയത്വം വഹിക്കുന്ന ആളെപ്പോലെ അവിടെ ഇരുന്ന് മുട്ടുകാലിൽ കുത്തി തളികയിലേക്ക് കൈയേന്തി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. അന്നേരം അവിടെ ഉണ്ടായിരുന്ന അഅറാബിക്ക് വിഷമമായി. അവിടുന്ന് ചോദിച്ചു, ഇതെന്ത് ഇരുത്തമാണ് നബിയെ? ഹദീസ് ഇങ്ങനെയാണ്: ഫലമ്മാ കസുറ ജസാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാതെ അധികരിച്ചു വന്ന സമയത്ത് നബിത്തങ്ങൾ കൈ ഏന്തിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചപ്പോൾ ഫഖാല അഅറാബിയുൻ, അവിടെ ഉണ്ടായിരുന്ന ഒരു അഅറാബി ചോദിച്ചു, മാ ഹാദിഹിൽ ജിൽസ, നബിയെ ഇത് എന്ത് ഇരുത്തമാണ്? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നേരം മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ജഅലനി അബ്ദൻ കരീമാ വലം യജ്അൽനി ജബ്ബാരൻ അനീദാ, അല്ലാഹു എന്നെ ഒരു മാന്യനായിട്ടുള്ള ഒരു കരീമായ അടിമയായിക്കൊണ്ടാണ് അല്ലാഹു എന്നെ സംവിധാനിച്ചത്, ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരു അടിമയായിക്കൊണ്ടല്ല. എന്നിട്ട് നബിത്തങ്ങൾ സുമ്മ ഖാല, പിന്നീട് അവിടുന്ന് പറഞ്ഞു, കുലൂ മിൻ ജവാനിബിഹാ വദഉ ദിർവതഹാ യുബാറക് ലക്കും ഫീഹാ, നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓരോരുത്തരും അവരുടെ അടുത്തു നിന്നുള്ള ഭാഗത്തു നിന്നും ഭക്ഷണം കഴിക്കുക. വല്ലാത്തൊരു കാഴ്ചയാണല്ലോ ഈ കാഴ്ച. ഇന്നും നല്ല നല്ല സൂഫി കേന്ദ്രങ്ങളിൽ ഈ സമ്പ്രദായം തുടരുന്നുണ്ട്.
ഖുലഫാവും താബിയും എല്ലാം ഈ സ്നേഹമാർഗം പിന്തുടർന്ന് പോന്നവരായിരുന്നു. മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുലു ജമീഅ, നിങ്ങൾ എല്ലാവരും ഒരു ഭക്ഷണത്തളികയിൽ നിന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ച് നിൽക്കരുത്. ഫഇന്നൽ ബറകത മഅൽ ജമാഅ, തീർച്ചയായും ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുന്നതിലാണ് ബറക്കത്തുള്ളത്. ബഹുമാനപ്പെട്ട ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു ചില ഹദീസുകളിലും സമാനമായിട്ട് ഫജ്തമിഉ അലാ തുആമിക്കും വദ്കുറു ഇസ്മല്ലാഹ് അലൈഹി യുബാറക് ലക്കും ഫീഹി, നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന്റെ ആരംഭത്തിൽ നിങ്ങൾ ബിസ്മി ചൊല്ലുക, എന്നാൽ നിങ്ങൾക്കതിൽ ബറക്കത്ത് ലഭിക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞു. തുആമുൽ ഇസ്നൈനി കാഫി സലാസ വ തുആമുൽ സലാസതി കാഫിൽ അർബഅ, രണ്ടുപേരുടെ ഭക്ഷണം 3 പേർക്ക് മതിയാകും, 3 പേരുടെ ഭക്ഷണം 4 പേർക്ക് മതിയാകും. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ബറക്കത്തുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഹദീസുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ പെരുമാറ്റത്തിൽ നമുക്ക് മാതൃകയാക്കാനുള്ളത്, എന്നും നമുക്ക് അങ്ങനെ ഒരു ഒന്നിച്ചിരുന്ന് ഒരേ തളികയിലിരുന്നോ അല്ലെങ്കിൽ ഒന്ന് വട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധ്യമായിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കുടുംബക്കാർ ഒന്നിച്ചിരുന്ന്, ഇനി ഒരു തളികയിൽ ഭക്ഷണം കഴിക്കാൻ സാധ്യമായിട്ടില്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് കൊണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു സമ്പ്രദായം നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. ഇത് നബിത്തങ്ങളുടെ തിരുസുന്നത്താണ് എന്ന രീതിയിൽ തന്നെ നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നു. എന്നാൽ ഇന്നത്തെ ആധുനിക കാലത്തിലെ ചില പഠനങ്ങൾ പോലും അതിൻ്റെ ഒരു ഉപകാരങ്ങൾ വേറെയും നമുക്കൊരുപാട് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് മാതൃഭൂമി പത്രത്തിൻ്റെ ഓൺലൈൻ എഡിഷനിൽ ഒരു വാർത്ത വായിച്ചു. അമേരിക്കയിലെ സിയാറ്റിലിൽ താമസിക്കുന്ന IT മേഖലയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഫുഡ് ആർട്ട് രംഗത്ത് വിദഗ്ധയായിട്ടുള്ള സിന്ധു രാജൻ എന്നിവരെഴുതിയ ഒരു ലേഖനമായിരുന്നു. ലേഖനം തുടങ്ങുന്നത് തന്നെ അതിൻ്റെ തലവാചകം ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, സന്തോഷച്ചെപ്പ് തുറക്കാം എന്നതാണ്. അവർ പറയുന്നത്, വിശേഷാവസരങ്ങളിലല്ലാതെ നമ്മൾ കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് നമുക്കിന്നത് അന്യമായി പോയിട്ടുണ്ട്. ഒന്നിച്ചിരുന്ന് മക്കളും മാതാപിതാക്കളും ജ്യേഷ്ഠനുജന്മാരും എല്ലാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമ്പ്രദായം നമുക്കിന്ന്, മുമ്പ് എല്ലാവരും അങ്ങനെയായിരുന്നു, അന്യമായി പോയിട്ടുണ്ട്. എന്നാൽ അവർ പറയുന്നു, നമ്മൾക്ക് ആ സമ്പ്രദായം ആഴ്ചയിൽ 4-5 തവണ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് അവർ പറയുന്ന ഉപകാരങ്ങൾ, ജീവിത സമ്മർദ്ദങ്ങൾ കുറക്കുന്നു. ഒരുമിച്ചിരുന്ന് നമ്മൾ അല്പം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുശലാന്വേഷണങ്ങൾ നടത്തി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രഷർ, ടെൻഷൻ, സമ്മർദ്ദങ്ങൾ നമുക്കത് കുറക്കാൻ കാരണമാകുന്നു. മാത്രമല്ല മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു കുടുംബ ബന്ധം ദൃഢപ്പെടുന്നു. കൗമാരപ്രായക്കാരായ കുട്ടികളുമായി മാതാപിതാക്കൾ ഇന്ന് അകലുകയാണ്. ആ അകൽച്ചയെ ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ അത്തരത്തിലുള്ള ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് മുഖേന നമുക്ക് സാധ്യമാകുന്നുണ്ട്. അതിനെല്ലാം ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ നാഷണൽ സെന്റർ ഓൺ അഡിക്ഷൻ ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ് നടത്തിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്, കൗമാരപ്രായക്കാരായ കുട്ടികളുള്ള മാതാപിതാക്കളുടെ എപ്പോഴത്തെയും ആദിയാണ് മയക്കുമരുന്ന്, ചീത്ത കൂട്ടുകെട്ടുകൾ, ഇന്റർനെറ്റ് ദുരുപയോഗം, വിഷാദരോഗം എന്നിവ. ഇതിലേക്ക് കുട്ടികളുടെ നുഴഞ്ഞുകയറ്റം ഒരു പരിധിവരെ കുറക്കാൻ തീന്മേശയിലെ കുടുംബത്തിന്റെ ഒത്തൊരുമക്ക് കഴിയുമെന്നാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം. നോക്കൂ, ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇവർ ആ ലേഖനത്തിൽ നിരത്തുന്നുണ്ട്. നമുക്ക് അതൊരു മാറ്റിവെക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ പെരുമാറ്റത്തെ അതേ രീതിയിൽ തന്നെ നമുക്ക് മാതൃകയാക്കാം. അൽ ഖറ എന്ന പാത്രത്തിന്റെ കഥ പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നുള്ളൊരു സംഭവം കൂടിയും ഇവിടെ ഓർമ്മ വരികയാണ്. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും മദീനത്തെ പള്ളിയിൽ ഇതേ തളിക, ഏത് തളിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചിരുന്ന 4 ആളുകൾ പൊക്കിയാൽ പൊന്തുന്ന അൽ ഖറ എന്ന തളിക,
അന്ന് ഉമർ അള്ളാന്റെ കാലത്തും സിദ്ദീഖ് അള്ളാന്റെ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നു. കഥ പറയുന്നു, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഇതേ തളിക പള്ളിയിൽ കൊണ്ടുവന്നു. ഓരോരുത്തരും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഓരോരുത്തരെയും തൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു വടിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരെയും തോണ്ടിക്കൊണ്ട് ഈ തളികയിലേക്ക് ഇങ്ങനെ ക്ഷണിക്കാൻ, വരൂ വരൂ. അന്നേരം ഒരു ചെറുപ്പക്കാരൻ തളികയിലേക്ക് വരാതെ മദീന പള്ളിയിൽ മാറി നിൽക്കുന്നു. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ശ്രദ്ധിച്ചു നോക്കിയ സമയത്ത് അതാരായിരുന്നു? തുഫൈൽ ഇബ്നു അംർ ദുവസി റളിയല്ലാഹു അൻഹു ആയിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. എന്തുകൊണ്ടാണ് തുഫൈൽ റളിയല്ലാഹു അൻഹു മാറി നിൽക്കുന്നത്? അതെ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് യമാമ യുദ്ധം നടന്ന സമയത്ത് അവരുടെ പിതാവ് അംർ ദുവസി റളിയല്ലാഹു അൻഹു ഷഹീദായിരുന്നു. അന്ന് പിതാവിന്റെ കൂടെ ഈ മോനും തുഫൈൽ എന്ന ഈ മോനും പോർക്കളത്തിൽ യുദ്ധത്തിലുണ്ടായിരുന്നു. അന്ന് വലത് കൈ പാടെ മുറിഞ്ഞു പോയിരുന്നു. അന്നത്തെ ചികിത്സാ സമ്പ്രദായ പ്രകാരം തിളപ്പിച്ച എണ്ണയും മരുന്നും കൂട്ടിച്ചേർത്തതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കൈയിന് മുൻഭാഗമില്ല. മുറിഞ്ഞ എല്ലിൻ ഭാഗം പുറത്തേക്ക് കാണും. ഒന്നിച്ചിരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം അതിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഭാഗം എല്ലാവരും ഒരു കൈയിന്റെ ഭാഗം മുറിഞ്ഞു പോയതും എല്ലിന്റെ ഭാഗം പുറത്തേക്ക് വന്നതും എല്ലാവരും കാണാൻ ഇടവരുമെന്നൊരു ലജ്ജ, ഒരു മടി കാരണം, നാണം കാരണമാണ് അദ്ദേഹം മാറി നിൽക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉമർ തങ്ങൾ ചോദിച്ചു, മാലക്, എന്തു പറ്റി തുഫൈൽ റളിയല്ലാഹു അൻഹു അങ്ങ് മാറി നിൽക്കുന്നത്? ലഅല്ലക തഅഖറത അനി തുആമി ഖജലം മിൻ യദിക, നിങ്ങളുടെ മുറിഞ്ഞുപോയ കൈ കാരണമായിട്ട്, നാണം കാരണമായിട്ടാണോ നിങ്ങൾ ഭക്ഷണത്തിൽ വരാതെ മാറി നിൽക്കുന്നത്? ഉമർ തങ്ങളുടെ ചോദ്യം. തുഫൈൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല അജൽ യാ അമീറുൽ മുഅ്മിനീൻ, അതേ പ്രിയപ്പെട്ടവരെ. അന്നേരം സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാൽ വല്ലാഹി ലാ അദൂഖു ഹാദാ തുആമ ഹത്താ തഖ്ലിതഹു ബിയദികൽ മഖ്തൂഅ. ഓ സയ്യിദ് തുഫൈൽ, ആ മുറിഞ്ഞ കൈ കൊണ്ട് ഈ ആഹാരം മുഴുവൻ കലമ്പി സ്പർശിച്ചിട്ടല്ലാതെ ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയില്ല. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി തുഫൈൽ, അല്ലാഹു തന്നെ സത്യം, ലാ അദൂഖു ഹാദാ തുആം, ഈ തളികയിലെ അൽ ഗറ എന്ന ഈ തളികയിലെ ഭക്ഷണം കഴിക്കാൻ ഞാൻ പോകുന്നില്ല. ഹത്താ തഖ്ലിതഹു ബിയദികൽ മഖ്തൂഅ, അങ്ങയുടെ ആ മുറിഞ്ഞ കൈ കൊണ്ട് ഈ ഭക്ഷണം മുഴുവൻ സ്പർശിച്ചിട്ടല്ലാതെ അങ്ങ് ഈ ഭക്ഷണം മുഴുവൻ ആ കൈകൊണ്ട് അങ്ങ് ഇതിനെ കുഴക്കണം. എന്തേ കാരണം? വല്ലാഹി മാ ഫിൽ ഖൗമി അഹദുൻ ബഅലുഹു ഫിൽ ജന്ന ഇല്ലാ അൻത് യുരീദു ബിദാലിക യദ. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാരണം വല്ലാഹി, അല്ലാഹു തന്നെ സത്യം, മാ ഫിൽ ഖൗമി അഹദുൻ, നമ്മുടെ ഈ കൂട്ടത്തിൽ ഒരാളുമില്ല, ബഅലുഹു ഫിൽ ജന്ന, അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം സ്വർഗത്തിലേക്ക് നേരത്തെ പറഞ്ഞയച്ചവർ, ഇല്ല അൻത്, അങ്ങല്ലാതെ. അഥവാ യമാമ യുദ്ധത്തില് കൈയിന്റെ ഒരു ഭാഗം മുറിഞ്ഞു പോയപ്പോൾ ആ മുറിഞ്ഞ ഭാഗം അവർ മറവ് ചെയ്ത് ദഫൻ ചെയ്തിട്ടുണ്ട്. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, ആ ഭാഗം ഓൾറെഡി സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ അങ്ങനെ ശരീരത്തിന്റെ ഒരു ഭാഗം നേരത്തെ തന്നെ സ്വർഗത്തിലേക്ക് കൊടുത്തയച്ച ഒരാൾ അങ്ങല്ലാതെ ഒരാളുമില്ല. അതുകൊണ്ട് നിങ്ങളാണ് ഈ ഭക്ഷണത്തിന് മുഴുവൻ സ്പർശിക്കാൻ ഏറ്റവും അർഹൻ. എന്നിട്ട് മതി ഞാൻ ഭക്ഷണം കഴിക്കൽ. നോക്കൂ സ്നേഹത്തിന്റെ പെരുമാറ്റങ്ങൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ആ സഹൃദയ പെരുമാറ്റം അവിടുത്തെ അനുചരന്മാരും പിന്തുടർന്നു എന്ന മനോഹരമായ കാഴ്ചകൾ. തിരുനബിയുടെ പെരുമയുള്ള പെരുമാറ്റങ്ങൾ ഇനിയും പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.